എക്സിറ്റ് പോളുകൾ വീണ്ടും തെറ്റുന്നു. കാശ്മീരിൽ ഒരു തൂക്കസഭ എന്നാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. എന്നാൽ കാശ്മീരിൽ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്താൻ പോവുകയാണ്. 52 സീറ്റുകളിൽ ഇപ്പോൾ NC കോൺഗ്രസ് സഖ്യം മുൻപിലാണ്. അതിൽ CPM-ന്റെ കുൽഗാമിൽ നിന്നുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമിയും പെടും. അങ്ങനെയാണ് 52 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത്. PDP പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം കോൺഗ്രസ് ഏകപക്ഷീയമായി വിജയിക്കുമെന്ന് പറഞ്ഞ ഹരിയാനയിൽ ഇപ്പോൾ BJP കേവല ഭൂരിപക്ഷത്തിലും 5 സീറ്റ് കൂടുതലാണെന്ന് മാത്രമല്ല അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നമ്പറിലേക്ക് ഹരിയാനയിൽ BJP എത്തുകയാണ്. 49 എടുത്ത് BJP, 35 എടുത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് ഹരിയാനയുടെ ഇപ്പോഴത്തെ കഥ. രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിധിയെഴുത്ത് തീർച്ചയായും അത് ജമ്മു കാശ്മീരിലേത് തന്നെയാണ്. ഹരിയാനയിലേത് ഒരു ബലാമലമാണ്. അത് കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ചിത്രമാണ്. പക്ഷേ ജമ്മു കാശ്മീരിലേത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വളരെ കാമ്പും കഴമ്പുമുള്ള രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അവിടെ NC കോൺഗ്രസ് സഖ്യം വിജയം കൈവരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയം കൈവരിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ യുദ്ധങ്ങൾ എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളതാണ്. ഈ 370 അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ഒരു നിലപാട് സ്വീകരിക്കുകയും കേന്ദ്ര സർക്കാർ അതിനെ വെട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന പുതിയ രാഷ്ട്രീയ യുദ്ധങ്ങൾക്ക് നാന്ദി കുറിക്കാൻ കഴിയുന്ന ഒരു ഫലമാണോ ജമ്മു കാശ്മീർ എഴുതി വെക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ പ്രധാനമാണ്. ജമ്മു കാശ്മീരിൽ വീണ്ടും ഒമർ അബ്ദുള്ളയുടെ സർക്കാർ വരുന്നു. അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുകയാണ്. PDP പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇൽത്തിജ മുഫ്തി അടക്കം തോൽവി സമ്മതിച്ചിരിക്കുന്നു. PDP-യുടെ ഒരു വലിയ രാഷ്ട്രീയ വീഴ്ചയുടെ ചിത്രം, വൻ വീഴ്ചയുടെ ചിത്രം. 28 സീറ്റിൽ നിന്ന് 4 സീറ്റിലേക്ക് നാണം കെട്ട തോൽവി. രാഷ്ട്രീയമായ പരീക്ഷണങ്ങളിലൂടെ ചോദിച്ചു വാങ്ങിയ മെഹബൂബ മുഫ്തി സ്വന്തം മകളടക്കം മത്സരിച്ച് തോറ്റ് പരാജയം സമ്മതിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ ചിത്രം കാശ്മീർ ജനത പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു മെഹബൂബ മുഫ്തി എന്ന രാഷ്ട്രീയ നേതാവിനെ. തീർച്ചയായും കാശ്മീരിന്റെ കാര്യത്തിൽ ഇനി വലിയ ആകാംക്ഷകൾക്ക് പ്രസക്തിയില്ല. അതേസമയം ഹരിയാനയിൽ ഇനി എന്തെങ്കിലും മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകുമോ? 49, 35 എന്നാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ. ഈ 49-ൽ നിന്ന് BJP താഴേക്ക് വരുമോ? ഈ 35-ൽ നിന്ന് കോൺഗ്രസ് മുകളിലേക്ക് കയറുമോ? എന്തെങ്കിലും സാധ്യത അക്കാര്യത്തിൽ ഉണ്ടോ? കേവല ഭൂരിപക്ഷത്തെക്കാൾ മികച്ച നിലയിൽ, ഇതുവരെയുള്ള ഏറ്റവും മികച്ച നിലയിലാണ് BJP ഹരിയാനയിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഇത്തവണത്തേത്. 2 തവണ ഭരിച്ചു കഴിഞ്ഞ് 3ാമത്തെ ഊഴത്തിൽ അവർക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിരുന്നില്ല. അത് പ്രതിപക്ഷ സൃഷ്ടിയാണ്, മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന പല കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. BJPക്ക് അനുകൂലമായി ഹരിയാനയിൽ BJP പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഫലം അവിടെ നിന്ന് വരികയാണ്. 49 സീറ്റുകളാണ് നിലവിൽ അവരുടെ പോക്കറ്റിലുള്ളത്. 35 ഇടത്ത് മാത്രമാണ് കോൺഗ്രസിന് ലീഡ് എടുക്കാൻ കഴിയുന്നത്. എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഹരിയാനയിൽ സംഭവിച്ചത് എന്നുള്ളത് ആ പാർട്ടി തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമാണ് ഹരിയാന ഇത്തവണ കോൺഗ്രസ് നേടുമെന്ന് 1 കൊല്ലം മുമ്പ് തന്നെ സകലരും രാഷ്ട്രീയോപചാരകളിൽ സംസാരിച്ച കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളും എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന്റെ വിജയം പ്രവചിച്ചതാണ്. BJP കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്ന് BJP പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഹരിയാനയിൽ. അവിടെ BJPയുടെ തന്ത്രങ്ങളെല്ലാം വിജയിച്ചിരിക്കുന്നു. ജാട്ട് കേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അട്ടിപ്പതറിയിരിക്കുന്നു. ദലിത് വോട്ടുകൾ BJP പക്ഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ജാട്ട് വോട്ടുകളുടെ അമിതമായ കേന്ദ്രീകരണം ജാട്ടിതര വോട്ടുകളുടെ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഇടയാക്കിയെന്ന് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താം. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ദുസ്വപ്നത്തിൽ പോലും കോൺഗ്രസ് ഇത് കണ്ടിട്ടില്ല. ഇത്ര വലിയ ഒരു തിരിച്ചടി കണ്ടിട്ടില്ല. അത് ഇനി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. 50-നോടടുത്ത സീറ്റുകളിൽ BJP വിജയിക്കുന്നു എന്ന് തന്നെ പറയാം. സർക്കാർ രൂപീകരണം സാധ്യമാകുമെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകും. പറഞ്ഞു നിൽക്കാൻ കഴിയും, ഞങ്ങൾ പോരാടിയത് BJPയുടെ രാഷ്ട്രീയത്തോടാണ്. ഞങ്ങൾ തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ട ഇടമാണ് ഹരിയാന. അവിടെ സ്വാഭാവികമായും അത് BJPയുടെ ശക്തി കേന്ദ്രമായി പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് കാശ്മീരിൽ ഒരു സർക്കാർ രൂപീകരിക്കുകയാണ് എങ്കിൽ മാത്രം. B. ബാലഗോപാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബാലഗോപാൽ, കശ്മീരിൽ 50 പിന്നിട്ടിരിക്കുന്നു. 53 സീറ്റുകളിലേക്ക് കോൺഗ്രസ് അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് CPM സഖ്യം എത്തുകയാണ്. സർക്കാർ രൂപീകരണം എന്നുള്ളത് ഇനി സാങ്കേതികത്വം മാത്രമാണ്. വാലിയിലും അതുപോലെ തന്നെ ജമ്മുവിലും ഒരേപോലെ കരുത്തു കാണിക്കാൻ സഖ്യത്തിന് കഴിഞ്ഞോ? എങ്ങനെയാണ് ഈ ഫലത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്? അഭിലേഷ്, ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. 42 സീറ്റുകൾ തന്നെ നാഷണൽ കോൺഫറൻസിന് മാത്രം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അല്ലെങ്കിൽ നിലവിൽ ലീഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിൽ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം തന്നെയാണ്, നല്ലൊരു ഭൂരിപക്ഷം, നല്ലൊരു ലീഡ് മിക്ക മണ്ഡലങ്ങളിലും അവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നുണ്ട്. സഖ്യകക്ഷിയായ കോൺഗ്രസ് 10ഉം അതുപോലെ തന്നെ CPM 1 മണ്ഡലത്തിലും ലീഡ് ചെയ്യുകയും
ചെയ്യുന്നുണ്ട്. PDP നിലവിൽ 3 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. ഇൽത്തിജ മുഫ്തി അല്പസമയം മുമ്പ് തന്റെ പരാജയം സമ്മതിച്ചിട്ടുണ്ട്. ജനവിധി താൻ അംഗീകരിക്കുന്നുവെന്നാണ് ഇൽത്തിജ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമന്റിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി, അതായത് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ തിരിച്ചടിയാണ് ജമ്മു മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 30 സീറ്റെങ്കിലും ഈ ജമ്മു മേഖലയിൽ നിന്നും മാത്രം ലഭിക്കുമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പുതിയ ഈ ലീഡ് ട്രെൻഡ് പ്രകാരം BJPക്ക് 26 മണ്ഡലങ്ങളിൽ മാത്രമാണ് ജമ്മു മേഖലയിൽ ലീഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. കശ്മീർ താഴ്വരയിൽ ഒരു മണ്ഡലത്തിൽ പോലും BJPക്ക് ലീഡ് കരസ്ഥമാക്കുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടില്ല. ജമ്മുവിൽ BJPയുടെ പ്രതീക്ഷ തകർത്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന ലീഡാണ് എന്നാണ് ഈ ഡേറ്റ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കോൺഗ്രസ് ഏതാണ്ട് മികച്ച പ്രകടനമാണ് ഈ ജമ്മു മേഖലയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതാണ് ഈ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലെങ്കിൽ പ്രവചിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയൊരു മേൽക്കൈ ഈ ജമ്മു കാശ്മീരിൽ ലഭിക്കുന്നതെന്നാണ് ഈ ട്രെൻഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ട്രെൻഡ് ഒരു അന്തിമ ഫലത്തിലേക്ക് ഏതാണ്ട് ഈ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം മിക്ക മണ്ഡലങ്ങളിലും 7 മുതൽ 8 റൗണ്ട് വരെ ഇതിനോടകം തന്നെ എണ്ണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഏതാണ്ട് 25 മുതൽ 30% വോട്ടുകളാണ് ഇനി എണ്ണേണ്ടതായുള്ളത്. അവിടെ വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഈ ട്രെൻഡുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതാണ് ജമ്മു കാശ്മീരിലെ ട്രെൻഡ്. നാഷണൽ കോൺഫറൻസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തുന്നു. അവരുടെ സഖ്യകക്ഷിയായ CPM കുൽഗാം മണ്ഡലം വിജയിക്കുന്നു. ജമ്മു കാശ്മീരിലെ വിധിയെഴുത്ത് വളരെ കൃത്യമാണ്. നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഒരു സർക്കാർ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നൌഷേരയിൽ രവീന്ദ്ര റെയ്ന പിന്നിൽ തന്നെയാണ്. രവീന്ദ്ര റെയ്ന 11,443 വോട്ടുകൾക്ക് സുരീന്ദർ കുമാർ ചൗധരിയുടെ പിന്നിലാണ്. നാഷണൽ കോൺഫറൻസ് നേതാവ് സുരീന്ദർ കുമാർ ചൗധരിയാണ് നൌഷേരയിൽ. ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് ഇന്ന് രാവിലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ആളാണ് BJPയുടെ അധ്യക്ഷൻ. പക്ഷേ ജമ്മു കാശ്മീരിൽ BJPക്ക് തിരിച്ചടിയേൽക്കുന്നു. പക്ഷേ ആ തിരിച്ചടിയൊക്കെ മധുരമാക്കുന്ന വിധത്തിൽ ഹരിയാനയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയം, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിജയം, ലോട്ടറി പോലൊരു വിജയം BJP സ്വന്തമാക്കുകയാണ്. ഇപ്പോഴും കണക്കുകൾ അനുസരിച്ച്